Hello guys, welcome to market analysis video. Today 24th April Wednesday. So മാർക്കറ്റ് രാവിലത്തെ ഒരു ബൈയിങ് ട്രെൻഡിന് ശേഷം സെക്കൻഡ് ഹാഫിൽ ആ ബൈയിങ്സിങ് മൊത്തം കംപ്ലീറ്റ്ലി സെൽ ഓഫ് ആയിട്ടാണ് മാർക്കറ്റ് ക്ലോസ് ആയിട്ടുള്ളത്. സോ ഒരു ശരിക്കും ഒരു കൺസോളിഡേഷൻ ലെവലിൽ തന്നെയായിരുന്നു ഇന്നത്തെ മാർക്കറ്റും. എനിവേ നമുക്ക് ഇന്നലെ പറഞ്ഞ നമ്മുടെ ട്രേഡ് പ്ലാൻ ഏതൊക്കെ വർക്കായി എന്നുള്ളത് ഇന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ഒരു ബൈയിങ് ട്രേഡ് ആയിരുന്നു. ബൈയിങ് ട്രേഡ് പറഞ്ഞത് ഇവിടെ മാർക്കറ്റ് ഇന്നലത്തെ ഈ ഒരു റെസിസ്റ്റൻ്റ് ലെവൽ നിങ്ങൾക്കിവിടെ കാണാം. ഇവിടെ 3 ടൈം മാർക്കറ്റ് റെസിസ്റ്റൻസ് എടുത്ത ഈ ഒരു ലെവല് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇത് ബ്രേക്ക് ചെയ്ത് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ബൈയിങ് സൈഡ് ട്രേഡ് എടുക്കാമെന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നിങ്ങൾ ദയവായി ഇതിനു മുമ്പത്തെ വീഡിയോ കാണാത്തവരാണെങ്കിൽ അതിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും പറയുന്ന ട്രേഡിങ് ഏതൊക്കെയാണെന്നൊക്കെ അതിൽ കൃത്യമായി പറയുന്നുണ്ട്. ഫസ്റ്റ് ട്രേഡ് ഞാൻ പറഞ്ഞത് ഒരു ബൈയിങ് ട്രേഡാണ് പറഞ്ഞത്. സോ അത് നല്ലതുപോലെ വർക്കായിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞിരുന്നു ഈ ഇന്നലത്തെ ഹൈ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഒരു ഒരു ബൈയിങ് സിങ് നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അത് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ഞാനൊരു സെല്ലിംഗ് സൈഡ് ഒരു ട്രേഡും പറഞ്ഞിരുന്നു. അതെന്ന് വെച്ചാൽ മാർക്കറ്റ് ഫസ്റ്റ് ബൈയിങ് സൈഡ് പോവുകയാണ്, പിന്നെ ഒരു റെസിസ്റ്റൻസ് എടുത്ത് അവിടെ നിന്ന് ഒരു വീക്ക്നെസ് കാണുകയാണെങ്കിൽ നമുക്ക് സെല്ലിംഗ് സൈഡ് ഒരു ട്രേഡും കൂടി കിട്ടാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അതും മാർക്കറ്റിൽ ഇന്ന് എക്സാക്ട്ലി പറഞ്ഞതുപോലെ വർക്കായിട്ടുണ്ട്. സോ ഇന്ന് മാർക്കറ്റ് ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിലും മാർക്കറ്റ് ഇപ്പോഴും ഒരു നെഗറ്റീവിലാണ് ക്ലോസ് ആയിട്ടുള്ളത്. മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ആ ലെവലിൽ തന്നെയാണ് മാർക്കറ്റ് ക്ലോസ് ആയിട്ടുള്ളത്. സോ നമുക്ക് ഇന്നത്തെ മാർക്കറ്റിനെ വിശദമായിട്ട് നോക്കാം. ഫസ്റ്റ് പറയാനുള്ളത് വിക്സ് ആണ്. ഇന്ത്യ വിക്സ് ഇപ്പോഴും വളരെ ലോ ആണ്. അതുകൊണ്ട് തന്നെ വലിയ മൂവ്മെൻറ്റുകളൊന്നും നമ്മൾ മാർക്കറ്റിൽ ഇന്ത്യ വിക്സ് ഒരു 15-16 എത്താതെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ കഴിഞ്ഞ ആഴ്ചയിലത്തെ മാർക്കറ്റിലെ കുറേ സംഭവങ്ങൾ, അതായത് ഇസ്രായേൽ ഇറാൻ വാർ, ഇതൊക്കെ മാർക്കറ്റ് ഏകദേശം കൂൾ ഓഫ് ആയിട്ടുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ ഏകദേശം മാർക്കറ്റിൽ ഇപ്പം ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ വളർച്ചയിൽ ഇനിയിപ്പം കുറവ് തന്നെയായിരിക്കും. പിന്നെ ഒന്ന് ഇലക്ഷൻ റിസൾട്ടാണ്. പക്ഷേ ഇലക്ഷൻ്റെ കാര്യത്തിലും മാർക്കറ്റിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. ഇലക്ഷനൊന്നും മാർക്കറ്റ് അറിയാത്ത പോലെയാണ് ഇപ്പോൾ ബിഹേവ് ചെയ്യുന്നത്. സാധാരണ ഇലക്ഷൻ ടൈമിലൊക്കെ ഇന്ത്യ വിക്സ് 30 ഒക്കെ വരാറുള്ളതാണ്. സോ അതാണ് വേറൊരു കാര്യം. പിന്നെ ഒന്നുള്ളത് FIIയുടെ സെല്ലിങ് നടക്കുന്നുണ്ട്. അത് കീപ്പ് സെല്ലിങ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അത് ഇന്ത്യൻ മൗറീഷ്യസ് ടാക്സിൻ്റെ ഇഷ്യൂ ആണ്. അതിപ്പോഴും FII കംപ്ലീറ്റ്ലി സെൽ ഓഫിൽ തന്നെയാണ് ഇപ്പോഴത്. പക്ഷേ DAS അഗേൻസ്റ്റ് വാങ്ങുന്നത് കൊണ്ട് തന്നെ മാർക്കറ്റ് വലിയ സെല്ലിംഗ് പ്രഷർ ഇപ്പോൾ കാണുന്നില്ല. അതിന് അഗേൻസ്റ്റ് ആയിട്ട് DIA വാങ്ങുന്നത് കൊണ്ട് തന്നെ മാർക്കറ്റ് ഇപ്പം ഫസ്റ്റ് ഹാഫ് ശരിക്കും പറഞ്ഞാൽ DIA വാങ്ങുന്നു, സെക്കൻഡ് ഹാഫ് FII സെല് ചെയ്യുന്ന പോലെയുള്ള ഒരു ബിഹേവിംഗ് ആണ് ഇപ്പോൾ കാണിക്കുന്നുള്ളത്. സോ അതാണ് മെയിൻ. നമ്മൾ ഇപ്പം FII കൂടി വാങ്ങാൻ തുടങ്ങിയാൽ നമുക്ക് നല്ലൊരു ട്രെൻഡ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. സോ അതാണ് ഇന്നത്തെ മാർക്കറ്റിൽ കാര്യമായിട്ടുള്ളത്. പിന്നെ ഉള്ളത് നമുക്ക് അടുത്ത സെക്ഷനിലേക്കുള്ള ഒരു ട്രേഡിംഗ് പ്ലാൻ നോക്കാൻ. ഇപ്പം മാർക്കറ്റിൽ നോക്കാനുള്ളത്, മാർക്കറ്റ് ഒരു റേഞ്ചിനുള്ളിൽ തന്നെയാണ് ഇന്നലത്തെ അതേ റേഞ്ചിൽ തന്നെ ഇന്ന് ക്ലോസ് ചെയ്തതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ വലിയ മൂവ്മെൻറ്റുകൾ കിട്ടണമെങ്കിൽ ഈ ഒരു താഴത്തെ ലെവലിൽ 22,350 അല്ലെങ്കിൽ മുകളിൽ ഇന്നത്തെ ഹൈയോ കവർ ചെയ്താൽ ഒരു റാലി നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിലാണ് നാളെയും ഓപ്പൺ ചെയ്യുന്നെങ്കിൽ ഒരു റേഞ്ച് ബൗണ്ട് മാർക്കറ്റ് ആവാൻ തന്നെയാണ് സാധ്യത. സോ നമുക്ക് ഫസ്റ്റ് ട്രേഡ് നോക്കാനുള്ളത് ഒരു ബൈയിങ് സൈഡിലേക്ക് ഫസ്റ്റ് നോക്കാം. ബൈയിങ് സൈഡ് നോക്കാൻ ഇപ്പം ഇന്നത്തെ ഇതേ ലെവലിൽ ഓപ്പൺ ചെയ്ത് മാർക്കറ്റിൽ ചെറിയൊരു ബൈയിങ് സിങ് ആണ് ആദ്യം തരുന്നതെങ്കിൽ നമുക്കൊരു റിവേഴ്സൽ ട്രേഡ് നോക്കാൻ പറ്റും ബൈയിങ് സൈഡിലേക്ക്. അതാണ് ഫസ്റ്റ് പ്രിയോറിറ്റി നമ്മൾ കൊടുക്കുന്നത്. ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ബൈയിങ് സിങ് നല്ലൊരു സെല്ലിംഗ് സിങ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. ഫസ്റ്റ് ഒരു ചെറിയൊരു സെല്ലിംഗ് സിങ് ആണ് തരുന്നതെങ്കിൽ പിന്നെ ബൈയിങ് സിങ്ങിലൊക്കെ ഒരു റിവേഴ്സൽ കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സെല്ലിംഗ് സിങ് ഒരു വലിയൊരു സ്ട്രോങ് സെല്ലിംഗ് ആണ്. ഇവിടെ വീണ്ടും ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമ്മൾ തീർച്ചയായും വെയിറ്റ് ചെയ്യണം. ചിലപ്പം
ഈ ഒരു ബ്രേക്ക് ഔട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ലൊരു റാലി താഴേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. സോ അതാണ് ഫസ്റ്റ് നോക്കാനുള്ളത്. സെക്കൻഡ്, ഒരു സെല്ലിംഗ് സൈഡിലേക്ക് നോക്കാം. സെല്ലിംഗ് സൈഡ് എന്ന് പറയുമ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഫസ്റ്റ് ബൈയിങ് ആണ്, നമുക്ക് ബൈയിങ് സ്വിങ് ആണ് ഫസ്റ്റ് വരുന്നതെങ്കിൽ ഇവിടെ ഈ ഒരു വീക്ക്നെസ് കിട്ടുകയാണെങ്കിൽ നമുക്കൊരു സെല്ലിംഗ് സൈഡ് നോക്കാൻ പറ്റും. പക്ഷേ ഇതേപോലെ തന്നെയാണ് ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. ഒരു നല്ലൊരു സ്ട്രോങ് ബൈയിങ് ആണ് കിട്ടുന്നതെങ്കിൽ ഇന്നലത്തെ ഡേ ഹൈ ഒക്കെ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അപ്പർ സൈഡേക്കുള്ള ഒരു ബ്രേക്കൗട്ടിനും സാധ്യതയുണ്ട്. സോ ഇത് മൂന്നാണ് ഇന്നത്തെ കാര്യമായിട്ടുള്ള ട്രേഡ് പ്ലാൻ നമുക്കുള്ളത്. സോ അതുപോലെ തന്നെ മാർക്കറ്റ് ഇപ്പം വലിയ മൂവ്മെൻറ്റുകളൊന്നും നടക്കുന്നില്ല. ഇന്ത്യ വിക്സ് ഒരു 15-16 ആയാലും നല്ല മൂവ്മെൻറ്റ്. അതുകൊണ്ട് തന്നെ ട്രേഡർ വളരെ ശ്രദ്ധിക്കണം. കാരണം നിങ്ങൾക്ക് മൂവ്മെൻ്റ് ഇല്ലെങ്കിൽ വലിയ ട്രേഡുകളൊന്നും കിട്ടാനുള്ള സാധ്യത കുറവാണ്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നല്ല നല്ല സ്റ്റോക്സിലൊക്കെ നമുക്ക് അതിനെക്കുറിച്ച് തീർച്ചയായിട്ടും വീഡിയോസിൽ പറയുന്നത്, ഒരു ദിവസം നല്ല സ്റ്റോക്കൊക്കെ പിക്ക് ചെയ്ത് അതിൻ്റെ ലോ ഒക്കെ മാർക്ക് ചെയ്ത് നമുക്ക് സ്വിംഗ് ട്രേഡും കൂടി പ്ലാൻ ചെയ്യാൻ പറ്റുന്നതാണ്. സോ അങ്ങനെയുള്ള വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.